ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇപ്പോൾ ചില വീടുകളിൽ പറയും, സാറേ പിന്നെ ഞാനും വൈഫുമായിട്ട് അത്ര നല്ല രസത്തിലല്ല, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ കലഹങ്ങളാണ്. ചിലർ പറയും, സാറേ നമ്മൾ പുറത്തു പോയാൽ യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഫെങ്ഷു പരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അത് പലർക്കും പലതാണ് കാരണങ്ങൾ. പക്ഷെ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം എന്താണ് കാരണമെന്നും അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫെങ്ഷു പ്രകാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തെക്കു പടിഞ്ഞാറ്, അതായത് ഏതൊരു വീടിന്റെയും കന്നിമൂല എന്ന് പറയുന്നത് ആ വീട്ടിലെ ഭാര്യ ഭർത്തൃ ഐക്യത്തിന്റെ സ്ഥലമായി ഫെങ്ഷുവിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഏതൊരു നിർമ്മാണവും ഈ ബന്ധത്തിനെ സാരമായി ബാധിക്കും. അതിൽ ദോഷമായി വരുന്ന 2-3 കാര്യങ്ങൾ, നമ്മളുടെ വീടിന്റെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ അതിൽ 8 ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ്. അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല. വീട്ടിനകത്ത്, വീട്ടിന്റെ പുറത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല, വേസ്റ്റ് വാട്ടറിന്റെ കുഴി വരാൻ പാടില്ല, കിണർ വരാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറിന്റെ സൗഭാഗ്യത്തെ അത് ബാധിക്കും. ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. രണ്ടാമതെന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വരാൻ പാടില്ല. കിച്ചൺ വന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കും. ഇത് ഒരു കാരണം. ഇനി ഫെങ്ഷു പ്രകാരം വീടിന്റെ, ഇപ്പം നിങ്ങളുടെ വീട് നോക്കുന്നു, ഇപ്പം നിങ്ങൾ പോയി, ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ വീട് പരിശോധിക്കുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ഇല്ല, സെപ്റ്റിക് ടാങ്ക് ഇല്ല, കിണറില്ല, ടോയ്ലറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്. അതിന് എന്തുകൊണ്ട് വാസ്തുപ്രകാരം വന്നു എന്ന് ചോദിച്ചാൽ, വീടിന്റെ ദർശനത്തെ ബേസ് ചെയ്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളുണ്ട്. അതായത് നമ്പറുകളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് നിങ്ങളുടെ വീട് വെച്ച അന്ന് മുതൽ 2 നക്ഷത്രം ആ റൂമിനകത്തുണ്ട്. അത് നമ്മളുടെ അശ്വതി ഭരണി നക്ഷത്രങ്ങളല്ല, നമ്പറുകളാണ്. ഇതിൽ 3, 4 എന്ന് എഴുതിയാക്കുന്ന ഒരു നക്ഷത്രമാണ് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 3 ആ ബെഡ്റൂമിന്റെ മൗണ്ടൻ സ്റ്റാർ. ആ 3 നിങ്ങളുടെ വീട്ടിൽ കലഹവും കേസും വഴക്കും ഉണ്ടാക്കും. ഇതിന്റെ കാരണങ്ങൾ ഒന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ പറ്റില്ല. നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റ് മാത്രമേ ഈ വീടിനെ കറക്റ്റ് 8 ഡിവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 9 ഡിവൈഡ് ചെയ്തിട്ട് ഈ ദിക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ ഈ നക്ഷത്രം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത്, നിങ്ങളുടെ വീടിന്റെ പ്രധാന ഡോറിൽ ഈ പറയപ്പെടുന്ന 4, 3 എന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ടെങ്കിലും ഇതേ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ എൻട്രൻസിൽ ഈ 4-3 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഈ 4-3 കോമ്പിനേഷൻ അവിടെ എൻട്രൻസിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവർക്ക് ചോദിച്ചു, അപ്പോൾ ഞാൻ ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് അവരുടെ ആദ്യം ചോദിച്ചതാണ്, നിങ്ങൾക്ക് കേസോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ നമുക്ക് നിലവിലൊരു കേസ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ 3 എന്ന് പറയുന്ന സ്റ്റാർ അവിടെ എൻട്രൻസിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കേസ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻട്രൻസിൽ വരുന്ന നക്ഷത്രം, അല്ലെങ്കിൽ അവർ കിടക്കുന്ന ബെഡ്റൂമിൽ വരുന്ന നക്ഷത്രം അവരെ ഉറപ്പായിട്ട് ബാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ചില വീടുകളിൽ നമ്മൾ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഇവിടെ വീട് വെച്ച് താമസാക്കിയ ശരിക്ക് പൈസ വരുന്നില്ലേ എന്ന് ചോദിക്കും. ശരിയാണ് സാറേ, ശരിക്ക് പൈസ വരുന്ന വീടാണെന്ന് പറയും. ആ വീടിന്റെ നക്ഷത്രം, നല്ലൊരു നക്ഷത്രം അവിടെ വാതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ വളരെ വളരെ കറക്റ്റ് ആണെന്നും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു വീടിന്റെ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫെങ്ഷുയും കൂടെ നോക്കുക. ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ആ നക്ഷത്രങ്ങളിൽ ദോഷപ്പെട്ട നക്ഷത്രങ്ങളിലാണോ നമ്മൾ കിടക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. പരിഹാരം എന്ന് പറയുന്നത് പൂജയോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, ഫെങ്ഷുവിൽ ചില എലമെന്റുകളോ ടൂളുകളോ വെച്ചിട്ടുള്ള പരിഹാരങ്ങളാണ് ഇത് പറയുന്നത്. അപ്പം അതിനെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞും ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഫെങ്ഷു നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് അരോന മത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിൽ വെക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. ഇതിന്റെ ലൈവ് വെക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഭാര്യ ഭർത്തൃ ഐക്യത്തിന്റെ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അവരുടെ ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു മണ്ടേരിയൻ ഡെക്കിന്റെ സ്റ്റാച്ചു വെക്കുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ റോസ് കോഴ്സിന്റെ സ്റ്റോണുകൾ ഒക്കെ നമുക്ക് ധരിക്കാം, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഒക്കെ ധരിക്കുന്നതും നമുക്ക് ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ ലവ് എനർജി കൂടുതൽ കിട്ടാനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.